നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള വാഴക്കൂമ്പ് തോരനാണ്. വാഴക്കൂമ്പ് തോരൻ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിനൊരു അപാര ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വാഴക്കൂമ്പാണ് എടുത്തേക്കുന്നത്. വാഴക്കൂമ്പ്, വാഴച്ചുണ്ട്, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ അതൊരു ചോപ്പറിലിട്ടാണ് കുനുകുനെ അരിഞ്ഞെടുക്കുന്നത്. കൈകൊണ്ടൊക്കെ ഇപ്പൊ അരിഞ്ഞെടുക്കുന്ന മെനക്കേടല്ലേ, അതിനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായപ്പോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോ ആദ്യം കടുകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള കടുക് താളിക്കൽ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. കൂട്ടത്തിൽ ഒരു 4-5 ചുമന്നുള്ളി, ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. അതൊന്ന് ഫ്രൈ ആയി നല്ല ചുമന്ന് വരണം, അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ കുക്കിംഗ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പച്ചമുളകൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ചതച്ച മുളക് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അതും കൂടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത് ചോപ്പ് ചെയ്തെടുത്തോണ്ടാ ഒന്ന് ഒരു കറുത്ത കളറിൽ വന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് വാഴക്കൂമ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ആവി വെള്ളത്തിലാണ് അത് വേകേണ്ടത്, അല്ലാതെ നമ്മൾ അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് മൂടി മാറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി നോക്കണം. അടുക്കി പിടിക്കാതെയും വേവ് എല്ലായിടും ഒരുപോലെ ആകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കുറച്ച് സമയം കൂടെ വേവിക്കണം. ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നും അല്ല, വൻപയർ വേവിച്ചതാണ്. അത് ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചതാണ്. കുതിർത്ത് വെച്ചിട്ട് ഒരു വിസിൽ പ്രഷർ കുക്ക് ചെയ്ത് എടുത്ത വൻപയറാണ്. നിങ്ങൾക്ക് വാഴക്കൂമ്പ് തന്നെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാഴക്കൂമ്പ് ചെറിയൊരു കൂമ്പായിരുന്നു, അതുകൊണ്ടാണ് വൻപയറും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. വൻപയറും കൂടെ ചേർത്ത് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 1/4 മുറി നാളികേരം ചിരകിയതും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ടത്തില് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കണം. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നമ്മുടെ മൂടി തുറന്ന് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ അതൊന്ന് മൂടി വെച്ച് അതിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് ആവി കൊള്ളിക്കണം. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് ആവി വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ മൂടി ഒന്ന് എടുത്തിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഈ പലരും വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടി രുചിയാണ് വാഴക്കൂമ്പ് തോരന്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനലിലെ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, അതുപോലെ ട്രാവൽ വീഡിയോസും ടെമ്പിൾ വ്ളോഗ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദേ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.